സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നമ്മുടെ ലൈറ്റ്നിങ് മെക്യൂനെ കാണുകയാണ്. അവൻ ഇപ്പോൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര സ്പീഡിൽ പോയിട്ടും ഗ്രിപ്പ് കിട്ടുന്നില്ലല്ലോ, ഇനിയും ട്രെയിനിങ് വേണം. അങ്ങനെ നമ്മുടെ മെക്യൂൻ ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റർ അവിടേക്ക് വന്ന് മെക്യൂനെ എടാ ഒരു ഫംഗ്ഷൻ വന്ന് പെട്ടിട്ടുണ്ടടാ എന്ന് പറയുകയാണ്. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷനാ? എന്റെ പെങ്ങളുടെ കല്യാണമാണെന്നേ. അപ്പോഴാണ് മാറ്ററിന് പെങ്ങളും ഒരു ഫാമിലി ഉണ്ടെന്നൊക്കെ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നത്. മാറ്റർ, നീ എത്ര കാലമായി ഇവിടെ നിന്ന് പോയിട്ട്? അപ്പൊ ശരിക്കും അവരെ എല്ലാവരെയും കാണുക എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫാമിലി ഗെറ്റ് ടുഗദർ ആകുമല്ലേ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അതൊക്കെ ആയിരിക്കും, പക്ഷെ ഞാനിങ്ങനെ തനിച്ചു പോകും. എടാ മെക്യൂനെ, നീയും എന്റെ കൂടെ വാ എന്ന് അവൻ പറഞ്ഞു. അന്നേരം മെക്യൂൻ ആണെങ്കിൽ അവന്റെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മാറ്റർ ആണെങ്കിൽ അടിപൊളി റോഡ് ട്രിപ്പ് വേണമെങ്കിൽ നമ്മൾ എങ്ങനെ പോയാൽ മതി എന്ന് പറയുകയാണ്. അവസാനം മെക്യൂൻ ആണെങ്കിൽ അതിനെ സമ്മതിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ മെക്യൂനും മാറ്ററും കൂടി റോഡ് ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞത് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന്. ഇവരങ്ങനെ ചോദിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർട്ടേഷ്യസ് ക്യാമ്പിലേക്ക് ഇവർ എത്തുകയാണ്. അതെന്ന് പറയുന്നത് ഒരു ചെറിയ പാർക്കാണ്. ഇപ്പൊ നമുക്ക് ഡൈനോ യുഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായത് ജുറാസിക് യുഗം. ആ സമയത്ത് നമുക്ക് ഡൈനോസേഴ്സ് ഇല്ലേ, അതുപോലെ ഈ കാറുകളുടെ ലോകത്ത് ട്രക്കും കാറുകളും ഒക്കെ നമ്മൾ ഡൈനോ ആയിട്ട് കണക്കാക്കിയ എങ്ങനെ ഉണ്ടാവും? അതായത് അവരുടെ ലോകത്തെ ജുറാസിക് യുഗം, അതാണ് കാർട്ടേഷ്യസ് ക്യാമ്പിലായിട്ട് ഇവർക്ക് കാണാനായി സാധിച്ചത്. അവിടെ വിസിറ്റർ സെന്ററിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഫോസിൽ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ ടീറക്സ് എന്നൊക്കെ പറയുന്നത് ഡൈനോ അല്ലേ, ഇവർക്ക് ടീറക്സ് എന്ന് പറയുന്ന ഒരു ട്രക്ക് ഉണ്ട്, അതിന്റെ ഫോസിലാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഒരു ചേച്ചി ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നിടയ്ക്ക് നമ്മുടെ മാറ്റർ ആണെങ്കിൽ ഉറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഉറക്കത്തിൽ കേട്ട അവനാണെങ്കിൽ ആ ബാറ്റിൽ ഗ്രൗണ്ടിൽ എത്തിയ പോലെ ഫീൽ ചെയ്യുകയാണ്. അവിടെ അവൻ മാത്രമല്ലായിരുന്നു, നമ്മുടെ മെക്യൂനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ടീറക്സ് ട്രക്ക് ഇവർക്കരികിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അത് ഭയങ്കര ഉപദ്രവകാരിയാണ്. അങ്ങനെ ഇവർ പിടിക്കാനായിട്ട് വരുമ്പോഴേക്ക് ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നു. ആ സമയത്ത് ഈ ടീറക്സ് ട്രക്കിനെ പിടിക്കാനായിട്ട് വേറൊരു മോൺസ്റ്റർ ട്രക്ക് അവിടേക്ക് വരികയാണ്. മോൺസ്റ്റർ അല്ല, മറ്റൊരു ഡൈനോയുടെ ട്രക്ക്. അങ്ങനെ മെക്യൂനെ ഇവർ പിടിച്ചു. മെക്യൂനെ ആണെങ്കിൽ മാറ്ററെ രക്ഷപ്പെടുത്താനായി നോക്കുന്നു. ഇതെല്ലാം തന്നെ ഉറക്കപ്പിച്ചിൽ അവനിങ്ങനെ പറയുന്നത് കേട്ട് അവിടെയുള്ള വിസിറ്റേഴ്സ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മെക്യൂനെ ഉറക്കത്തിൽ പോലും നമ്മുടെ മാറ്റർ രക്ഷപ്പെടുത്തുന്നല്ലോ എന്ന് കേട്ട് നമ്മുടെ മെക്യൂന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഈ ഒരു ക്യാമ്പിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴേക്ക് മാറ്ററിനെ ഇവിടെയുള്ള ഒരു ട്രക്ക് പേടിപ്പിക്കുകയും ചെയ്തു. പിന്നെയും ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അന്തരീക്ഷം എന്ന് നമ്മുടെ മാറ്റർ പറഞ്ഞു തീർന്നില്ല. ഒടുക്കത്തെ മഴ പെയ്ത് തുടങ്ങുകയാണ്. ഇനി മഴയത്ത് എന്തായാലും പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ അടുത്തായിട്ട് എന്തെങ്കിലും ഹോട്ടലോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാമെന്ന് മെക്യൂൻ പറയുകയാണ്. പക്ഷെ ഇവരാണെങ്കിൽ തേടി കണ്ടുപിടിക്കുന്നത് ഒരു സ്കേറി ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. അവിടേക്ക് പോവാനായി നിർബന്ധം പിടിച്ചത് നമ്മുടെ മെക്യൂൻ ആയിരുന്നു. ഇതൊക്കെയല്ലേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാറ്ററിനെ നിർബന്ധിച്ച് അവൻ കൊണ്ടുപോവുകയാണ്. ശരിക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. എന്നാൽ മെക്യൂൻ ഭയങ്കര ധൈര്യശാലിയായ പോലെയാണ് കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ അവിടെ എത്തിയ മാറ്റർ അപ്പൊ തന്നെ ഉറക്കത്തിലായി. ഇതുവരെ ഉറങ്ങാതിരിക്കുന്നത് നമ്മുടെ ധൈര്യശാലിയായ മെക്യൂൻ ആയിരുന്നു. അവൻ വെറുതെ ഒരു നിഴലൊക്കെ കണ്ട് പേടിക്കാനായി ആരംഭിച്ചു. അങ്ങനെ എന്തോ ഒരു വിസ്പറിങ്, അതായത് മന്ത്രിക്കുന്ന ശബ്ദം കേട്ട് ഇവൻ പുറത്തിറങ്ങി നോക്കുകയാണ്. വരാന്തയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് വരെ കാണാനാവും അവിടെയുള്ള ഫോട്ടോയിൽ നിന്ന് പ്രേതം പുറത്തോട്ട് ഇറങ്ങി വരുന്നു. ശരിക്കും ഭയങ്കര ഫാന്റസി ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഇവൻ പോയപ്പോ രണ്ട് ട്വിൻ സിസ്റ്റർ കാർഡ്സിനെ കാണുകയാണ്. അവരാണെങ്കിൽ മെക്യൂൻ നമുക്ക് റേസിംഗ് നടത്താം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രേതങ്ങളായി മാറി. അത് കണ്ട് പേടിച്ച് നമ്മുടെ മെക്യൂൻ അവിടെ നിന്ന് ഓടടാ ഓട്ടം. അതിനിടയ്ക്ക് ഒരുപാട് പ്രേതങ്ങൾ ഇവനെ പേടിപ്പിക്കാൻ വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനൊരു ലിഫ്റ്റ് പോയി ഓപ്പൺ ചെയ്തതും അവിടെ നിന്ന് ഒരു പച്ച നിറത്തിലെ ഗ്ലൂ ഗ്ലമ്മി ആയിട്ടുള്ള വെള്ളം പുറത്തോട്ട് വരികയാണ്. അത് കണ്ട് അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിച്ചാടി കയറുന്നത് പ്രേതങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂമിലായിരുന്നു. അവരിവനെ പിടിച്ച് ഭയങ്കര ഡാൻസ് ആയി. അവിടെ നിന്ന് അവൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോ ദേ ഒരു വലിയ മോൺസ്റ്റർ പോലുള്ള ട്രക്ക് ഇവനെ ചേസ് ചെയ്ത് പിടിക്കാനായി വരികയാണ്. ഇവൻ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയി ഇവനാണെങ്കിൽ ഏതോ ഒരു ഇരുട്ട് മുറിയിലൂടെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ കണ്ട കാര്യങ്ങളൊക്കെ അവന് മൈൻഡിൽ വരുന്നുണ്ട്. അവസാനം മാറ്ററിന്റെ അടുത്ത് വന്നെത്തി. ഹാവു, അപ്പോഴേക്കും നേരവും വെളുത്തു. മാറ്റർ ആണെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ സുഖമായി ഉറങ്ങി, നമുക്ക് എവിടെ പോകുവാണെങ്കിലും ഇവിടെ തന്നെ വന്ന് തങ്ങാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ടലിൽ പ്രേതമുണ്ടോ എന്നാണ് പ്രധാന സംശയം. ഇവരങ്ങനെ പോകുന്നത് ഇപ്പൊ മരുഭൂമിയിലൂടെ നടുക്കുകൂടിയാണ് കേട്ടോ. ആ സമയത്ത് ഇവിടെ ഭയങ്കര ക്ലീൻ ആയി കിടക്കുന്നത് കണ്ട് മാറ്റർ ആണെങ്കിൽ മെക്യൂനോട് നമുക്കൊരു റേസ് വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും റേസ് ചെയ്ത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് രണ്ടുപേരെയും വെട്ടിച്ചുകൊണ്ട് വേറൊരു വണ്ടി ദേ പോണു ഷടയെ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കണ്ടുകൊണ്ട് മാറ്റർ ആണെങ്കിൽ അത് എവിടെ നിന്നാ വന്നതെന്ന് അറിയണമല്ലോ. അതിനു പിറകെ പോയി നോക്കുകയാണ്.
ആ ശരിക്കും മരുഭൂമിയിൽ അവിടെ ആയിട്ട് ഒരു മോഡിഫിക്കേഷൻ സെന്റർ പോലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വണ്ടികളെ ഇതുപോലെ മോഡിഫൈ ചെയ്ത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞയക്കും. അവിടെ മരുഭൂമി ആയതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാമല്ലോ. അത് കണ്ട് നമ്മുടെ മാറ്ററിന് പണ്ട് മുതലേ ഒരു ആഗ്രഹമുണ്ട്, ഒരിക്കലെങ്കിലും മക്യൂനേക്കാൾ സ്പീഡിൽ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ആ ഒരു മോഡിഫിക്കേഷൻ സെന്ററിന് അവിടെ പോയിട്ട് അവനെ മോഡിഫൈ ചെയ്യാനായിട്ട് മാറ്റർ ആവശ്യപ്പെടുകയാണ്. പക്ഷെ മക്യൂൻ ആണെങ്കിൽ ചെറുതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു, ഇവൻ പണിയാകുമോ എന്ന്. പിന്നീട് അവനാണെങ്കിൽ സമ്മതിച്ചു കൊടുത്തതല്ലേ എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ മാറ്റർ ഇപ്പൊ മോഡിഫൈ ഒക്കെ ചെയ്ത് വന്ന് ഈ റോക്കറ്റിന്റെ എക്സോസ്റ്റ് ഒക്കെ പിടിപ്പിച്ച് ഭയങ്കര കിടുക്കാച്ചി ലുക്കിലായി വരികയാണ്. എന്നിട്ട് അവൻ വമ്പൻ സ്പീഡിൽ പോകുന്നത് കണ്ട് പേടിച്ച് മക്യൂനും അവന്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാറ്റർ ആണെങ്കിൽ സ്പീഡ് ലിമിറ്റ് എല്ലാം ക്രോസ് ചെയ്ത് പോയി അവസാനം എല്ലാ പാർട്സും ഇളകി പറഞ്ഞ് നമ്മുടെ മാറ്റർ മരിച്ച പോലെ ആവുകയാണ്. അതായത് അവൻ മുന്നിൽ കാലനെ കണ്ടു. കാലനാണെങ്കിൽ ബാമോനെ ബാ നമുക്കെന്നാ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റർ ആണെങ്കിൽ അങ്ങനെ പറയല്ലേ കാലൻ ചേട്ടാ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല, എന്നെ എന്തായാലും പുറത്തേക്ക് പറഞ്ഞു വിടണം, ഞാൻ ഭൂമിയിൽ പോയി ഇനി ഒരിക്കലും സ്പീഡോടെ ഇങ്ങനെ വണ്ടി ഓടിക്കത്തില്ലെന്നൊക്കെ പറയുകയാണ്. എന്നാൽ കാലനാണെങ്കിൽ അതൊന്നും പറ്റില്ല, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നീട് മാറ്റർ ഇങ്ങനെ കേണ അപേക്ഷിച്ച് കാലം പറഞ്ഞ എന്നാ നീ പോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ മാറ്റർ അന്ന് മുതൽ ഒരു കാര്യം തീരുമാനിച്ചു, ഇങ്ങനെ ഓവർ സ്പീഡ് ആയിരിക്കുന്നത് അപകടമാണെന്ന്. അവൻ അത് മക്യൂനോട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഇങ്ങനെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കില്ല, അത് അപകടമാണെന്ന്. പക്ഷെ ഇവൻ തിരിച്ചു വന്നപ്പോ അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ നീ റേസിംഗിന് എന്റെ ടീമിൽ ചേരൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഏയ് ഞാനില്ല എന്റെ പൊന്നേ എന്നും പറഞ്ഞുകൊണ്ട് മാറ്ററും മക്യൂനും അവിടെ നിന്ന് പിന്നെയും യാത്രയാവുകയാണ്. ഇവരങ്ങനെ പിന്നെയും ഇങ്ങനെ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയായി. അപ്പൊ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ ഇവരൊരു സ്ഥലത്ത് ക്യാമ്പ് ഇടുകയാണ്. അങ്ങനെ ക്യാമ്പിന് സെറ്റൊക്കെ ചെയ്ത സമയത്ത് മാറ്റർ ആണെങ്കിൽ അവിടെ നിന്ന് 3 വണ്ടികളെ പരിചയപ്പെട്ടു. മക്യൂൻ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അപരിചിതരോട് പോയി സംസാരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മാറ്റർ ആണെങ്കിൽ അവര് നല്ല ആൾക്കാരാ, നീ വന്ന് പരിചയപ്പെടുന്നു പറഞ്ഞു. അവര് പരിചയപ്പെടുത്തുന്നത് റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവരൊരു കാടിന്റെ സൈഡിലായിരുന്നു. ഈ കാട്ടിലായിട്ട് ബിഗ് ഫുട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സത്യം കണ്ടുപിടിക്കാനായിട്ടാണ് ഈ വണ്ടികൾ വന്നതെന്നും പറഞ്ഞ് നിങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ മിഷനിലേക്ക് എടുക്കുവാണ്, നമ്മൾ ഇന്ന് തന്നെ ഈ കാട് മുഴുവൻ അരിച്ചു പെറുക്കി ബിഗ് ഫുട്ടിനെ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നുണ്ട്. മക്യൂന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്ന് ഒന്നും അറിയാതെ മാറ്റർ ആണെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാ, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. ഇവർ 5 പേരും 5 ഡയറക്ഷനിലായിട്ടാണ് ഈ കാറിൽ പോകുന്നത്. നമ്മുടെ മക്യൂൻ പോയ ഭാഗത്താണെങ്കിൽ അവനിങ്ങനെ പേടിയാവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫ്രണ്ടിലായിട്ട് എന്തോ ഒരു സാധനം ഇളകുന്നത് അവന് തോന്നുകയാണ്. അത് ശരിക്കും ബിഗ് ഫുട്ട് ആയിരുന്നു. അങ്ങനെ ഇവനെ അത് ഓടിച്ച് ഇവനാണെങ്കിൽ ഒരു മരത്തടിയിൽ പോയി ഉടക്കി അങ്ങ് ഇടിച്ചു നിന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ തല കീഴായിട്ട് അവനെ കെട്ടിയിട്ട രൂപത്തിലാണ് കാണുന്നത്. അവന്റെ ഫ്രണ്ടിലായിട്ട് ഐവി എന്നു പേരുള്ള ഒരു മോൺസ്റ്റർ ട്രക്ക് ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇവനോട് സംസാരിച്ച് നീ അത്ര ഉപദ്രവകാരി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഐവി പറഞ്ഞപ്പോൾ മക്യൂൻ അവളെ പറ്റി ചോദിച്ചു. ഞാനൊരു സർക്കസിലായിരുന്നു, പക്ഷേ അവിടെ നിന്ന് എന്റെ അഭ്യാസത്തിനിടയിൽ ഒരു പരിക്ക് പറ്റിയെന്ന് മാത്രം ഐവി പറയുകയാണ്. അങ്ങനെ ഇവർ ഒരുപാട് സംസാരിച്ച് കമ്പനിയായി. അപ്പോഴാണ് മാറ്റർ അവിടേക്ക് നാഗവല്ലി കയറി എത്തിയത്. എന്റെ ഫ്രണ്ടിന് വിടടി എന്നവൻ പറഞ്ഞതും നമ്മുടെ ഐവി ആണെങ്കിൽ അവനെയും പിടിച്ച് കെട്ടി തൂക്കിയിട്ടു. നിങ്ങൾ സഹായിക്കാൻ നോക്കിയത് കൊള്ളക്കാരെയാണ്, അവരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാനായി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഐവി പറയുകയാണ്. അതിനായിട്ടൊരു പ്ലാൻ വേണം. നമ്മുടെ മാറ്റർ എന്തോ ഒരു മണ്ടത്തരം പറഞ്ഞപ്പോ അതിൽ നിന്ന് നമ്മുടെ ഐവിക്ക് ഒരു ഐഡിയ വരികയാണ്. എന്താ ഐഡിയ എന്ന് നമുക്ക് കണ്ടറിയാൻ കേട്ടോ. ആ 3 കൊള്ളക്കാരുടെ അടുത്തേക്ക് ഏലിയൻ സ്പേസ് ഷിപ്പ് വരുന്ന പോലെ ഒരു തീം ഉണ്ടാക്കിയിട്ട് ഒരു ഏലിയൻ ഇൻവേഷൻ പോലെ അവരെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവന്മാരെ 3 പേരെയും പിടിച്ചു കെട്ടിയിട്ട് നമ്മുടെ മക്യൂൻ വേഷം കെട്ടി ഏലിയന്റെ പോലെ, മാറ്ററിനെ അവര് പിടിച്ച പോലെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഐവിയും ഇതുപോലെ തന്നെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്ക് ഈ കാട്ടിൽ ഏലിയൻ ഉള്ളത് പോലെ ആ കൊള്ളക്കാരെ വിശ്വസിപ്പിക്കുകയാണ് ഇവര് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ 3 പേരെയും നമുക്കിപ്പോ എന്തായാലും വലിച്ചു കുടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അവര് 3 പേരും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി പോവുകയാണ്. അങ്ങനെ മക്യൂനും മാറ്ററുമാണെങ്കിൽ തിരിച്ചു പോകുന്നത് കണ്ട് ഐവി ആണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരുവാണെന്നും പറഞ്ഞ് അവരുടെ കൂടെ വരുന്നുണ്ട്. മാറ്ററിന്റെ സഹോദരിയുടെ കല്യാണമാണെന്നും ഇവർ അതിനോടകം നമ്മുടെ ഐവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ചെന്ന് ഒരു കാർ വാഷിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ ഐവിയുടെ ദേഹത്ത് മുഴുവൻ പൂപ്പലാണ്, അത് കളയാനായി നോക്കുന്നുണ്ട്. അങ്ങനെ കാർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഐവി പുറത്തോട്ട് വന്നപ്പോ പളപള ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു, ബാസന്തിയെ പോലെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഐവിയുടെ കൂടെയാണ് ഇവർ പിന്നീട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരങ്ങനെ ഇപ്പോഴാണെങ്കിൽ ഒരു ഷുഗർ കെയിൻ ഫീൽഡിന്റെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നേരം ഐവി ആണെങ്കിൽ സർക്കസ് ക്യാമ്പിംഗ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കണ്ടൊരു സർക്കസിനിടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ മാറ്ററിനും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാൽ മക്യൂനാണെങ്കിൽ കോമാളികളെ പേടിയായിരുന്നു.
അതുകൊണ്ട് അവൻ ഞാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിർബന്ധിച്ച് ഇതൊക്കെ അല്ലയുടെ ഒരു രസം എന്നൊക്കെ പറഞ്ഞ് അവനെയും കൊണ്ട് അവിടെ പിടിച്ച് കയറ്റുന്നുണ്ട്. ഇവിടേക്ക് രണ്ടുപേര് വന്നു, അവതാരകൾ. അവൻ അങ്ങനെ വന്നിട്ട് ഇവരോട് ഞങ്ങൾ ഇങ്ങനെ കുശലം ചോദിക്കുന്ന പോലെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ പരിപാടി എന്നൊക്കെ പറയുകയാണ്. അവിടെ ഒരുപാട് കോമാളികളായിരുന്നു. മെക്യൂൻ ആണെങ്കിൽ അവരെ കണ്ട് കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് ചെയ്യുമ്പോൾ വരെ നമ്മുടെ മെക്യൂന് അത് പേടിയാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മാറ്ററും ഐവിയും ആണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഭയങ്കര സ്കെയറി ആയിട്ടുള്ളതും അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രകടനങ്ങൾ. അതിനിടയ്ക്ക് ഈ കാണികളിൽ നിന്ന് ഒരു വളണ്ടിയറിന് അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാറ്റർ അപ്പൊ തന്നെ മെക്യൂനെ വിളിച്ചെന്ന് പറയുകയാണ്. പക്ഷെ മെക്യൂന് പേടിയാണല്ലോ. അതുകൊണ്ട് അവരാണെങ്കിൽ വന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഐവി ആയിരുന്നു. ഐവി അന്നേരം നിങ്ങളുടെ അഭ്യാസമല്ല, എന്റെ അഭ്യാസം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ അന്ന് തെറ്റിച്ച ആ അഭ്യാസ പ്രകടനം കാണിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വണ്ടികൾ നിരത്തി വെച്ചിരിക്കും. ഇവളിങ്ങനെ ചാടി അപ്പുറത്തോട്ട് കടക്കണം. അവളാണെങ്കിൽ ഈ വണ്ടികളെ ഒന്നിനെയും തന്നെ പരിക്കേൽപ്പിക്കാതെ ഇടയിലൂടെ ചാടി വന്നത് ക്ലിയർ ആയി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സർക്കസിലുണ്ടായിരുന്ന എല്ലാവർക്കും അവളുടെ ഈ ഒരു അഭ്യാസ പ്രകടനം ഇഷ്ടമായതുകൊണ്ട് അവളോട് ഇവിടെ നിൽക്കാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഐവി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് ആ ഒരു തീരുമാനത്തിൽ മെക്യൂനും മാറ്ററും ആ ഓക്കെ പറഞ്ഞ് അവളോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് അവളെ മീറ്റ് ചെയ്യാമെന്നൊക്കെ മാറ്റർ പറയുന്നുണ്ടായിരുന്നു. പിന്നെയും ഇവര് രണ്ടുപേരും തനിച്ചായി കേട്ടോ. ഇവര് പിന്നെയും അവരുടെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സംസാരിച്ച് നമുക്ക് നേരം കളയേണ്ട, നമുക്ക് എന്താണ് അടുത്ത കഥയെന്ന് നോക്കാം. ഇവരങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്ററിനെ പാസ് ചെയ്തുകൊണ്ട് ഒരു ട്രക്ക് പോവുകയാണ്. പക്ഷെ മാറ്ററിന് ഭയങ്കര വിഷമമാണ്. കാരണം അവനൊരു ട്രക്കാണ്, പക്ഷെ മറ്റു ട്രക്കുകൾ ഒന്നും തന്നെ അവനെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഇവരങ്ങനെ നേരെ ചെല്ലുന്നത് ഒരു ഗ്യാസ് സ്റ്റേഷൻ, അതായത് ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ പോലെ. അവിടെ എത്തിയപ്പോൾ മെക്യൂൻ ആണെങ്കിൽ എനിക്കൊരു പർച്ചേസിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കടയിലോട്ട് കയറിപ്പോയി. മാറ്റർ പുറത്ത് തനിയെ നിൽക്കുകയാണ്. അവിടെ ഒരുപാട് ട്രക്കുകൾ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള ട്രക്കുകളായിരുന്നു. പക്ഷെ ഇവനെ കണ്ട മൈൻഡ് ചെയ്യാതിരിക്കുകയല്ല. അവരാണെങ്കിൽ അവനെ അംഗീകരിച്ച് അവനെ നോക്കി പാട്ടൊക്കെ പാടുകയാണ്. ശരിക്കും ഒരു സീരീസിലെ നല്ല അടിപൊളി ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത് ശരിക്ക് നമ്മുടെ മാറ്റർ ഇങ്ങനെ സങ്കല്പിക്കുന്ന രീതിയിലുള്ള പാട്ടുമുണ്ട്, ശരിക്കും അവരവിടെ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള പാട്ടുകളുണ്ട്. എല്ലാ ട്രക്കുകളും നമ്മുടെ മാറ്ററിനെ ഇങ്ങനെ നടുക്കാക്കി അവനെ ഇങ്ങനെ വട്ടം ചുറ്റുന്നു, അവനെ ഇങ്ങനെ പൊക്കി പറയുന്നു. അങ്ങനെ എല്ലാവരും അവനെ അംഗീകരിക്കുകയാണ്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തുരുമ്പെടുത്തിരിക്കുകയാണ്, അവനെ കൊണ്ട് ഉപയോഗമില്ല എന്നൊക്കെയാണ് അവൻ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ ട്രക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം പിന്നീട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവാം എന്നൊക്കെ ആ ട്രക്കുകൾ ഇവനോട് ഇങ്ങനെ പാടി പറയുകയാണ്. അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് ആർക്കാണ് എപ്പോഴാണ് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുക എന്ന്. അപ്പൊ അതൊക്കെ കേട്ട് നമ്മുടെ മാറ്ററാണെങ്കിൽ ഇപ്പൊ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് പിന്നീട് നമ്മുടെ മെക്യൂന്റെ കൂടെ യാത്ര പോകുന്നത്. മെക്യൂനും ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിയോണ്ട് ഉണ്ടായിട്ടുള്ള പ്രയോജനം എന്തെന്ന് മനസ്സിലായി. ഇവര് പിന്നെയും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്ററാണെങ്കിൽ അവനൊരു ട്രക്ക് ആണെന്നത് കണ്ട് ഭയങ്കര അഭിമാനം കൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെ പോയി ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാവട്ടെ മെക്യൂനെ തിരിച്ചറിഞ്ഞ ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ അവനെ ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന രീതിയിൽ പോയിട്ട് അവിടുത്തെ ഡയറക്ടറിനോട് സംസാരിക്കുന്നുണ്ട്. ഈ ഡയറക്ടർ ആണെങ്കിൽ ഈ ഹൊറർ മൂവീസ് ഒക്കെ എടുക്കുന്ന നമ്മൾക്കിപ്പോ ജീത്തു ജോസഫിനെ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡയറക്ടറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ആ ഡയറക്ടറിനോട് അസിസ്റ്റന്റ് ഡയറക്ടർ പോയിട്ട് മെക്യൂൻ വന്നിട്ടുണ്ട്, ഇത് ഭയങ്കര ഫെയിം ആണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവനെ കൊണ്ട് ഇതിലൊരു വേഷം ചെയ്യിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. മാറ്ററിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവനാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ഈ ഡയലോഗ് ഡെലിവറിയിൽ പക്ക ഫ്ലോപ്പ് ആയിരുന്നു. ഒരു 10-40 ടേക്ക് എടുത്തിട്ടും അവന്റേതായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഒരു സീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഡയറക്ടർക്കാണെങ്കിൽ അവനോട് പറഞ്ഞ് മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ മാറ്റർ അവിടെ ഇരുന്ന് ചുമ്മാ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ട് ഡയറക്ടർ അവനെ ശ്രദ്ധിച്ചു. എന്നിട്ട് തനിക്ക് ഈ ഫിലിമിൽ ഒരു വേഷം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. മാറ്റർ ആണെങ്കിൽ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി. എന്നിട്ട് എന്തായാലും ഞാൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ നമ്മൾ സുരാജേട്ടനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സിനിമയിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് ഡയലോഗ് പറയുന്നു. അത് കേട്ടപ്പോൾ ഡയറക്ടർ കൂടുതൽ ഇംപ്രസ്ഡ് ആയി. എന്നിട്ട് നീ ഈ വേഷമല്ല ചെയ്യേണ്ടത്, നിനക്ക് ഞാൻ വേറൊരു വേഷം തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മെക്യൂനാണെങ്കിൽ കുറച്ചൊരു ചെറുതായിട്ട് ജലസി തോന്നുന്നുണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ട് അവന്റെ കൈ വിട്ടു പോകുക അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെയും ഒരു വേഷം കൊടുത്തപ്പോൾ അതിനേക്കാൾ അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നത് കണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ വേഷം നിനക്ക് തരാം, നാളെ നീ എന്തായാലും ഒരു പ്രസംഗം പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ മെക്യൂനാണെങ്കിൽ സത്യമായിട്ടും ഇനി മാറ്റർ തന്റെ കൈവിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പൊ എന്നോട് സംസാരിക്കാറ് കൂടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മാറ്റർ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം സെറ്റിലേക്ക് പോയപ്പോഴല്ലേ രസം. അവിടേക്ക് ചെന്ന് കയറിയപ്പോ നേരത്തെ ഉണ്ടായ സെറ്റൊന്നും ആയിരുന്നില്ല. അന്നേരം അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി കൊണ്ട് കഥയൊക്കെ
മാറ്റി എഴുതി, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ വേഷമില്ലെന്ന്. ഇപ്പൊ ഇതൊരു മ്യൂസിക്കൽ സോംബി ഫിലിമാണ് പോലും. അതിലെ ഹീറോയിൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഐവി. ഐവി ആണെങ്കിൽ സോംബി ആയിട്ട് ഹീറോയിൻ ആയിട്ടൊക്കെ വേഷം കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അവളാണ് ഹീറോയിൻ എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മെക്യൂനും മാറ്ററിനും ഒരുപോലെ സന്തോഷമായി. പിന്നീട് നമ്മുടെ സോംബി ആയിട്ടുള്ള ഐവിയുടെ ഒരു കൂൾ പാട്ട് കാണുകയാണ്. അതിനുശേഷം ഇവർ അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും മാറ്റർ പഠിച്ച പ്രസംഗമുണ്ടല്ലോ, അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് കാച്ചാമെന്ന് മെക്യൂൻ അവന് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സീനിൽ നിന്നും അവരങ്ങനെ പോയി. പക്ഷേ ഒരു ട്രിപ്പ് ആവുമ്പോൾ വഴി തെറ്റൽ പ്രധാനമാണല്ലോ. ഇവർക്കും വഴി തെറ്റി. എന്നാൽ വഴി തെറ്റിയില്ലെന്ന് മാറ്റർ പറയുമ്പോൾ മെക്യൂൻ ആണെങ്കിൽ വഴി തെറ്റി എന്ന് പറയും. ശരിക്കും വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഒരു കാർണിവലിന്റെ ആൾക്കാർ, അതായത് ഇപ്പോ ഈ ഒരു ബാറ്റില്, യുദ്ധം, വഴക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഗുണ്ടകളല്ല, എന്നാലും ഒരു പോരടിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ്. അവരുടെ അടുത്തേക്ക് പേടിച്ചിട്ടാണ് ഇവര് അവരുടെ കൂടെ പോകുന്നത്. ഇവരാണെങ്കിൽ ചെന്നപാട് നമ്മുടെ മെക്യൂനെയും മാറ്ററിനെയും ആണെങ്കിൽ ഒരു പോരാളികളൊക്കെ ആയിട്ട് സങ്കല്പിച്ച് നാളെ നമുക്ക് യുദ്ധം ചെയ്യാനുണ്ട്, എന്തോ വലിയ ഇന്ത്യ പാക് യുദ്ധമൊക്കെയാണ് വിചാരം. അങ്ങനെ യുദ്ധം ചെയ്യാനുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ ട്രെയിനിങ് എടുക്കണം, നിങ്ങൾക്ക് ആദ്യം ഏത് ട്രെയിനിങ്ങാ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ നമ്മുടെ സർക്കസിന്റെ ഇടയിലൊക്കെ മരണക്കിണറൊക്കെ ഉണ്ടാവുമല്ലോ എക്സിബിഷന്റെ സമയത്തൊക്കെ, അത്തരത്തിലൊരു സ്ഥലത്തേക്ക് കയറ്റി ഇവരെ കൊണ്ട് ട്രെയിനിങ് എടുപ്പിക്കുവാണ്. പക്ഷെ കുറെ നേരം ട്രെയിനിങ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആ വണ്ടികളെ ഒന്നിനെയും കാണുന്നില്ല. അവസാനം അത് കണ്ട് നമ്മുടെ മെക്യൂനും മാറ്ററും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇത് തന്നെ തക്കമെന്നൊക്കെ കരുതി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ദേ നമ്മുടെ എതിരാളികൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, നമുക്കിനി സമയമില്ല, അവരോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞവർ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാറ്ററിനും മെക്യൂനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നേ. അവരങ്ങനെ ഈ ഫൈറ്റിനിടയിൽ അറിയാതെ പെട്ടുപോയി. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഈ ഫൈറ്റ് നടക്കുന്നേ എന്ന് പോലും ഇവർക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഫൈറ്റല്ലേ നടത്താം. അങ്ങനെ നമ്മുടെ മാറ്ററും മെക്യൂനും ആണെങ്കിൽ ഇവന്മാരുടെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് അവിടെ ഒരു പാറക്കെട്ടുണ്ടായിരുന്നു. അതിന് മുകളിലോട്ട് കയറി നിന്നു. അപ്പുറത്ത് നിന്ന് ഒരു ടീം വരുന്നു, ഇപ്പുറത്തു നിന്ന് ഒരു ടീം വരുന്നു. ബോംബും കല്ലേറും ഒക്കെ അവിടെ നടക്കും. അന്നേരം ഇവര് രണ്ടു കൂട്ടരും അടുത്തെത്തിയപ്പോ മെക്യൂനും മാറ്ററുമാണെങ്കിൽ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, അത് കേട്ടിട്ടില്ലേ? ശരിക്ക് അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും ഇവർക്കറിയില്ല. പക്ഷെ അവര് പറഞ്ഞു കൊടുത്തു ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ ഇവരാണെങ്കിൽ ഫൈറ്റ് ഉണ്ടാക്കി. അങ്ങനെ മാറ്ററും മെക്യൂനും അവിടെ നിന്ന് നൈസായി സ്കൂട്ടായി. പിറ്റേ ദിവസം ആയപ്പോഴുണ്ട് ദേ ഇന്നലെ ആ അടി പിടിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നു. അവര് ശരിക്കും മെക്യൂന്റെയും മാറ്ററിന്റെയും ആ ഒരു വർത്തമാനം കേട്ട് ഫുൾ ഹാപ്പിയായി ഫ്രണ്ട്ലി ആയിരിക്കുന്നു. ഹാവു, അപ്പൊ അങ്ങനെ നമ്മുടെ മാറ്ററിന്റെ വീടിനടുത്തേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. ഇനി കല്യാണ പെണ്ണിനെ കാണാൻ കുറച്ച് സമയമുള്ളൂ, നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവാതെ എന്നൊക്കെ നമ്മുടെ മെക്യൂൻ മാറ്ററിനോട് പറയുകയാണ്. എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല, പെങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പ്രാന്ത് പിടിക്കും. ശരിക്കും അതൊരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു. മെക്യൂന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു സ്ഥലത്താണ് അവൻ ജീവിച്ച് വളർന്നതെന്ന്. അപ്പോഴാണ് ക്രൂസ് അവിടേക്ക് വരുന്നത്. ക്രൂസിന്റെ ഒരു കസിനാണ് നമ്മുടെ മാറ്ററിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനായി പോകുന്നത്. എന്നാൽ ആ സമയത്ത് ക്രൂസ് ആണെങ്കിൽ അന്ന് നമ്മൾ കണ്ടതാണല്ലോ, അന്നൊരു ചാമ്പ്യൻ ആയതാണെന്നൊക്കെ. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ മാറ്ററിന്റെ സുന്ദരിയായിട്ടുള്ള പെങ്ങളേനെ ഇവരെല്ലാവരും കാണുന്നത്. പക്ഷേ കല്യാണ പെണ്ണാണെങ്കിൽ മാറ്ററിനെ കണ്ടതും മാറ്റോ എന്നാണ് അവളുടെ പേര്. ഇവനടുത്തേക്ക് ഓടി വന്ന് ഇതാണ് ശരിക്കും നമ്മുടെ മാറ്റർ നേരത്തെ പറഞ്ഞ കാര്യം. ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചലഞ്ചസ് ആയി അടിപിടിയായി. ഇവര് സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷെ ഇത്തരത്തിലാണ് അവര് സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെ ഈ ഒരു കല്യാണ പെണ്ണ് കല്യാണം പോലും മറന്ന് നമ്മുടെ മാറ്ററിനോട് കൂടിയിട്ട് ഇപ്പൊ ഗെയിം കളിച്ച് ചലഞ്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 2 ചലഞ്ച് ഒന്നുമല്ല, 10 ചലഞ്ച് ചെയ്ത് ചാമ്പ്യൻ ആവാനാണ് ഇപ്പൊ ഈ കല്യാണ പെണ്ണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം പുള്ളിക്കാരുടെ കല്യാണമാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ മറന്ന് ഇവരാണെങ്കിൽ നല്ല കിടിലനായിട്ട് ഇങ്ങനെ ഓരോ ചലഞ്ച് വെച്ചിട്ട് ഞാൻ സ്കോർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഇതിന്റെ ജഡ്ജായിട്ട് ഇരിക്കുന്നത് ക്രൂസ് ആയിരുന്നു കേട്ടോ. ഇവർക്കും ബോധമില്ല, അവർക്കും വെളിവില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവസാന ചലഞ്ചില് നമ്മുടെ മാറ്ററിനെ മാറ്റോ തോൽപ്പിച്ചു. പക്ഷെ അപ്പോഴേക്ക് കല്യാണമാണെങ്കിൽ വൈകി പോയിട്ട് ആ കല്യാണ ചെക്കൻ വരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇവളുടെ അസിസ്റ്റന്റ് ഉണ്ട്. അവൻ വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, നിന്റെ കല്യാണച്ചൊക്കെ ഇറങ്ങിപ്പോയെന്നൊക്കെ. എന്നാ അത് കേട്ടാ നിർത്തും എന്നാണ് എല്ലാവരും കരുതിയത്. അതിനെന്താ, നീ എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ അസിസ്റ്റന്റും പിന്നെ നമ്മുടെ മാറ്ററിന്റെ പെങ്ങളും കൂടിയുള്ള കല്യാണം അവിടെ നടക്കുവാണ്. എന്തായാലും കല്യാണം നടന്നു. അങ്ങനെ നമ്മുടെ മെക്യൂനും അതുപോലെ മാറ്ററും തിരിച്ചു വരുമ്പോ ക്രൂസ് ആണെങ്കിൽ അവനോട് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മാറ്റർ ആണെങ്കിൽ അവിടെ ഒരു പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പുള്ളിക്കാരൻ അമേരിക്കൻ പ്രസിഡന്റിനായിട്ട് പ്രിപ്പയർ ചെയ്തു വെച്ച പ്രസംഗം നടത്തുന്നതിനിടയ്ക്ക്
നമ്മൾ ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണോ യാത്ര ചെയ്യുന്നത് അവർ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും. നമ്മൾ ആരുടെ കൂടെയാണോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരോടായിരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മെക്യുവിനെ കുറിച്ചാണ് നമ്മുടെ മാറ്റർ സംസാരിക്കുന്നത്. അങ്ങനെ കല്യാണ പെണ്ണും ചെക്കനും കൂടി ഹണിമൂണിന് പോയപ്പോൾ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ക്രൂസിനോട് എന്തായാലും ഇനിയും നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ മെക്യുനും മാറ്ററും കൂടി തിരിച്ചു വരുന്ന ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നല്ല കൂളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ ഈ ഒരു സീരീസ് മുഴുവനായിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്കിത് കണ്ടു തീർക്കാനായിട്ട്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. സോ എന്തായാലും കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചാൻസ് കിട്ടി കഴിഞ്ഞാൽ മിസ്സാക്കാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരോ ആയിട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തിട്ടാണേ മറക്കരുത്. കാരണം ബെല്ലൈക്കൺ എനബിൾ ചെയ്തിട്ടാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇങ്ങനെ ചൂടപ്പം പോലെ കാണാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ മനസ്സിലാവാത്തതോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് കമന്റ്സ് ആയി പറയാവുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. സോ ബൈ.